വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്നുള്ളത് റീഡിങ് ഓൺ ഫിലോസഫി ഓഫ് നോളജിലെ തൊബാതെക് സിംഗ് എന്ന വർക്കിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വർക്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ളത് എക്സ്ചേഞ്ച് ഓഫ് മെൻ്റൽ അസിലം, സ്റ്റോറി സെറ്റ് ചെയ്യുന്നുള്ളത് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ബിഗ്ഗസ്റ്റ് ട്രാജഡി, അതുപോലെ തന്നെ എപ്പിസോഡ് ഓഫ് വയലൻസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ, പേർട്ടിഷൻ കാരണം ഫാമിലീസും നാഷണാലിറ്റീസും സെപ്പറേഷൻ സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഈ ഒരു വർക്കിൽ പറയുന്നുള്ളത്. അതുപോലെ തന്നെ ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രേഞ്ചർ ആവുന്നുണ്ട് ഇൻ ദർ ഓൺ ഹൗസ് ആൻഡ് ഹോംലാൻഡ് ഓവർനൈറ്റ്. അവരുടെ ഹോംലാൻഡും അതുപോലെ തന്നെ ഹൗസിലും അവരുടെ സ്വന്തം ഹോംലാൻഡിലായിക്കോട്ടെ ഹൗസിലായിക്കോട്ടെ പീപ്പിൾ സ്ട്രേഞ്ചർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പേർട്ടിഷൻ കാരണം. ഈ ഒരു പേർട്ടിഷൻ ഇറ്റ് സെൽഫ് വാസ് ബേസ്ഡ് ഓൺ റിലീജിയസ് ഐഡൻറ്റിറ്റി ബട്ട് ഇറ്റ് വാസ് നെവർ ജസ്റ്റിഫൈഡ് ബൈ റിലീജിയസ് ഇറ്റ് സെൽഫ്. പൊളിറ്റിക്കൽ വാർ കാരണമായിട്ട് മില്യൺസ് ഓഫ് പീപ്പിളിൻ്റെ നാച്ചുറൽ ഐഡൻറ്റിറ്റീസ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ അവരുടെ ഓൺ കൺട്രീസിൽ അവരൊരു റെഫ്യൂജീസ് ആയിട്ട് മാറാണ് ഈ ഒരു പൊളിറ്റിക്കൽ വാർ കാരണം. ഈ ഒരു അഭയത്തിൻ്റെ ഔട്ട്സൈഡുള്ള വേൾഡ് എന്നുള്ളത് റിപ്രസെൻ്റ് ചെയ്യുന്നുള്ളത് കുഴപ്പവും അഭയവുമായിട്ടാണ്. പക്ഷെ വേൾഡ് ഇൻസൈഡ് എന്നുള്ളത് മെയ്ഡ് ഔട്ട് ടു ബി കാം ആൻഡ് റാഷണൽ. ഈ ഒരു നെറേറ്റീവ് സെറ്റ് ചെയ്യുന്നുള്ളത് എഗെയിൻസ്റ്റ് ദ ബാക്ക് ഡ്രോപ്പ് ഓഫ് ദ വേഴ്സ്റ്റ് ഡിസാസ്റ്റർ ആൻഡ് വയലൻറ്റ് ഇൻസിഡൻറ്റ് ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യാസ് ഹിസ്റ്ററി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുള്ള ഒരു വയലൻറ്റ് ഹിസ്റ്ററിയും അതുപോലെ തന്നെ വയലൻറ്റ് ഇൻസിഡൻറ്റും അതുപോലെ തന്നെ വേഴ്സ്റ്റ് ഡിസാസ്റ്ററും അതിനെതിരായിട്ടാണ് ഈ ഒരു നെറേറ്റീവ് സെറ്റ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ വർഗീയ വിഷം അതുപോലെ തന്നെ ബ്ലഡ് ഷെഡൊക്കെ നശിപ്പിക്കുന്നുള്ളത് വോൾ ഇവൻ്റ് ആൻഡ് ഹാഡ് കോൺസിക്വൻസസ് ഫോർ ദ എൻറ്റയർ പോപ്പുലേഷൻസ് ഓഫ് ദ ടു കൺട്രീസ്. ഈ ഒരു ടു കൺട്രീസിലുള്ള മൊത്തം ജനങ്ങളെയും ഈ ഒരു കോൺസിക്വൻസസ് ബാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോറീൻ്റെ നെറേറ്റീവ് ഫില്ല് ചെയ്യുന്നുള്ളത് വിത്ത് ക്ലിയർ അലൂഷൻസ് ടു ദ ട്രാജഡി ആൻഡ് ഇറ്റ്സ് ടോൺ. We recreate the incident from the viewpoints of many participants including the prisoner and the authorities. ഈ ഒരു പേർട്ടിഷൻ്റെ റിസൾട്ട് കാരണമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുള്ളത് ഫാമിലീസും കൺട്രീസാണ്. ഓവർനൈറ്റ് പീപ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂലി അക്വേർഡ് ആയിട്ടുള്ള ഹോംസ്, അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹോംസും ലാൻഡ്സും അവർക്ക് സ്ട്രേഞ്ചറായിട്ട് ഫീൽ ചെയ്യാണ്. അതുപോലെ തന്നെ ദിസ് വാസ് എസ്പെഷ്യലി ട്രൂ ഫോർ ബിഷൻ സിംഗ് ആണ് ഈ ഒരു സ്റ്റോറിയിലെ മെയിൻ കഥാപാത്രം. ഹു വാസ് അനബിൾ ടു ലൊക്കേറ്റ് ഹിസ് ഹോം ടൗൺ ഓഫ് തൊബാതെക് സിംഗ് സിൻസ് നോ വൺ നോ വെർ ഇറ്റ് വുഡ് അൾട്ടിമേറ്റ്ലി ലാൻഡ്. ഹിസ് ഫാമിലി ഹാഡ് മൂവ് ടു ഇന്ത്യ. അദ്ദേഹത്തിൻ്റെ ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലേക്ക് മാറുന്നുണ്ട്. സോ വൈൽ ഹി ഓൺഡ് എ പ്രോപ്പർട്ടി ഇൻ പാകിസ്ഥാൻ, it was no longer his primary residence. Generations following independence had to resolve and recover from this dilemma and strife. Bishan Singh was a Sikh who was born in Pakistan. പാകിസ്ഥാനിലാണ് അദ്ദേഹം ജനിച്ചത്, പക്ഷെ അദ്ദേഹം ഇന്ത്യയിലും ഉൾപ്പെട്ടിരിക്കുന്നു. ദിസ് വാസ് ആൻ ഇല്ലുസ്ട്രേഷൻ ഓഫ് ദ ഐഡൻറ്റിറ്റി ഡിലേമ. 1947 ഡിവിഷനോട് കൂടി ഉണ്ടായിട്ടുള്ള ഐഡൻറ്റിറ്റി ഡിലേമയുടെ ഇല്ലുസ്ട്രേഷനാണ് ഇത്. അതുപോലെ തന്നെ ഇൻ ദ നെയിം ഓഫ് പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ് ആൻഡ് പ്രൊക്ലമേഷൻ ഒരുപാട് ആൾക്കാർ ബിഷൻ സിംഗിനെ പോലെയുള്ള മറ്റ് മില്യൺസ് ഓഫ് പീപ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ലോസ് ദർ ലാൻഡ് ദർ ഫാമിലീസ്, അവരുടെ ഫാമിലീസും ലാൻഡും അതുപോലെ തന്നെ അവരുടെ വിശ്വാസം അവരുടെ ജീവിതം എല്ലാം നഷ്ടപ്പെടാണ് ചെയ്യുന്നുള്ളത് ബിഷൻ സിംഗിനെ പോലെയുള്ള മറ്റ് മില്യൺസ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നുള്ളത്. സെപ്പറേഷൻ ഇറ്റ് സെൽഫ് ഫൗണ്ട് ചെയ്യുന്നുള്ളത് റിലീജിയസ് ഐഡൻറ്റിറ്റി ആയിട്ടാണ്. റിലീജിയൻ ഇറ്റ് സെൽഫ് വാസ് നെവർ യൂസ്ഡ് ടു ഡിഫെൻഡ് ഇറ്റ്. മില്യൺസ് ഓഫ് ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ നാച്ചുറൽ ഐഡൻറ്റിറ്റീസ് പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് കാരണം ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നുണ്ട്. വിച്ച് ക്വിക്ക്ലി ടേൺഡ് ദം ഇൻ ടു റെഫ്യൂജീസ്. അവരുടെ ഓൺ നാഷനിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, റെഫ്യൂജീസ് ആയിട്ട് അഭയാർത്ഥികളായിട്ട് മാറുന്നുണ്ട്. ഈ ഒരു സ്റ്റോറിയിൽ ഈ ഒരു റൈറ്റർ ഡെപ്പിക്റ്റ് ചെയ്യുന്നുള്ളത്, ചിത്രീകരിക്കുന്നുള്ളത് ഇന്ത്യയിലുണ്ടായിട്ടുള്ള പേർട്ടിഷൻ്റെ സാഡ് എഫക്റ്റ് ആണ്. ഇൻ എ സെറ്റിംഗ് ഓഫ് മെൻ്റൽ ഹോസ്പിറ്റൽ, എ സിക്ക് പ്രിസണർ നെയ്മഡ് ബിഷൻ സിംഗ് റെഫ്യൂസസ് ടു ചൂസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഒരു സിക്ക് പ്രിസണർ ആയിട്ടുള്ള ബിഷൻ സിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയും പാകിസ്ഥാനെയും ചൂസ് ചെയ്യാൻ വേണ്ടി റെഫ്യൂസ് ചെയ്യാൻ ചെയ്യുന്നുള്ളത്.
choosing instead to establish himself in the buffer zone between the two countries. The wider tragedy of the split and the arbitrary nature of separate individuals based on faith are represented by this act of resistance. ഈ ഒരു പേർട്ടിഷൻ കാരണമായിട്ട് ഒരുപാട് ആൾക്കാരെ ഇത് എഫക്റ്റ് ചെയ്യാൻ ചെയ്യുന്നുള്ളത് ഒരു ട്രാജഡി ആയിട്ടാണ് മാറുന്നുള്ളത്. ഇത് റീഡേഴ്സ് ആർ ലെഫ്റ്റ് വിത്ത് എ ലാസ്റ്റിംഗ് ഇംപ്രഷൻ ഓഫ് ദ ഹ്യൂമൻ കോസ്റ്റ് ഓഫ് പൊളിറ്റിക്കൽ ചോയ്സസ് ആൻഡ് ദ നീഡ് ഓഫ് compassion and understanding during times of conflict thanks to Mando's starring ending. ഇവിടെ ഈ ഒരു റൈറ്റർ പറയുന്നുള്ളത് ഈ ഒരു 1947 പേർട്ടിഷൻ കാരണമായിട്ട് മുസ്ലിം ലുനാറ്റിക്സ് ഇന്ത്യയിലുള്ള മുസ്ലിം ലുനാറ്റിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഭ്രാന്തർ എന്ത് ചെയ്യുന്നുണ്ട്, പാകിസ്ഥാനിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹിന്ദു ആൻഡ് സിഖ് ലുനാറ്റിക്സ് പാകിസ്ഥാനിൽ നിന്നും ഹിന്ദിയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ ചെയ്യുന്നുള്ളത്. ഈ ഒരു വർക്ക് എന്നുള്ളത് സാറ്റൈറിക്കൽ ഷോർട്ട് സ്റ്റോറിയാണ്. ഈ ഒരു ഷോർട്ട് സ്റ്റോറീൻ്റെ മെയിൻ തീം എന്നുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ പേർട്ടിഷനാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറീൻ്റെ മെയിൻ തീം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റേതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വർക്കിൻ്റെ സിമ്പിൾ നോട്ട്സാണിത്. So keep supporting and stay connected this YouTube channel for more videos and more topics.